സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇത് ദുറൂസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ദുറൂസിൻ്റെ എക്സാം സ്പെഷ്യലാണ്. ഓക്കെ, ക്വാർട്ടർലി എക്സാം സ്പെഷ്യൽ, ക്വാർട്ടർലി അല്ല, ഫസ്റ്റ് നടക്കുന്ന എക്സാം ഹാഫ് ഏർലി ആയിട്ട് വരും. അതിന് എക്സാം സ്പെഷ്യലാണ്. അത്വാമുൽ മുബാറക്, അത്വാമുൽ ഭക്ഷണം, അത്വാമിൻ്റെ അർത്ഥം എന്താ? ഭക്ഷണം. ത്വാമ് ഭക്ഷണം, ത്വാമ് ഭക്ഷണം, ത്വാമ് ഭക്ഷണം, ത്വാമ് ഭക്ഷണം. അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ ഭക്ഷണം ധാരാളം കഴിക്കുന്നു, പക്ഷെ വയറ് നിറയുന്നില്ല. സ്വഹാബികളിൽ ചില നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ തനിച്ചാണോ ഭക്ഷണം കഴിക്കുന്നത്? അതേ എന്ന് സ്വഹാബികൾ പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഓക്കെ, തനിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് പാടില്ല. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണം. ബിസ്മി ചൊല്ലിക്കൊണ്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ബിസ്മി ചൊല്ലിയാൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യും. ബിസ്മി ചൊല്ലുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുന്നതാണ്. സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു. അവരുടെ പ്രശ്നത്തിന് പരിഹാരമായി ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഭക്ഷണം അള്ളാഹു തആലയുടെ അനുഗ്രഹമാണ്. ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. അനുഗ്രഹത്തിന് നാം എന്ത് ചെയ്യണം? അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. ഭോജന മര്യാദകൾ പാലിക്കൽ ശുക്രിൻ്റെ ഭാഗമാണ്. ഭോജന മര്യാദകൾ പാലിക്കുക. അങ്ങനെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിക്കുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. എന്തൊക്കെയാണ് ഭോജന മര്യാദകൾ? എന്നാൽ അത് പാലിക്കൽ ശുക്രൻ, അത് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്നതിന്. അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നില്ലേ, ആ തന്നതിനുള്ള നന്ദിയാണ് ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദ. നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക. ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാം. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളാണ് ഇനി പറയുന്നത്. കഴിക്കുന്നതിന് മുമ്പും ശേഷവും, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈകളും കഴുകുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈയും വായും കഴുകുക. തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലുക. ഇരുന്ന് കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇരുന്ന് കഴിക്കുക. വലതു കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലതു കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന്, നമ്മുടെ മുന്നിലെ ഫുഡിൻ്റെ ദൂരെയുള്ള ഭാഗത്ത്, നമ്മുടെ മുന്നിൽ ഏത് ഭാഗത്താണോ ഭക്ഷണം അത് കഴിക്കുക. മുന്നിലുള്ളത് ഫസ്റ്റ് മുന്നിലെ ഒരു പ്ലേറ്റിൽ ബാക്കിലുണ്ടാവും അല്ല, മുന്നിലുള്ള ഭാഗത്ത് നിന്ന് ഫസ്റ്റ് കഴിക്കുക. അത് പറഞ്ഞത് നമ്മുടെ മുന്നിലുള്ളത് കഴിക്കുക. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. അങ്ങേ സൈഡിലൊന്നും പോയിട്ട് കഴിക്കാതെ അങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവാണ്ടുണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ചൊല്ലുക. ഒന്നിച്ചിരുന്ന് കഴിക്കുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഇതിൽ പറഞ്ഞത് കഴിക്കുന്നതിൻ്റെ മുമ്പും ശേഷവും നാം കൈയും വായും കഴുകുക, ഒന്നാമത്തെ കാര്യം. ബിസ്മി ചൊല്ലുക, രണ്ടാമത്തെ കാര്യം. ഇരുന്ന് കഴിക്കുക, 3. വലത് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്ത 4. അടുത്ത ഭാഗത്തുനിന്ന് കഴിക്കുക, 5. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് ചൊല്ലുക. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ഭക്ഷണത്തിൻ്റെ മര്യാദകൾ. അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി, എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനേക്കാണ് സർവ്വസ്തുതി. അല്ലദീ, എങ്ങനെയുള്ള, അത്അമനി, എന്നെ ഭക്ഷണം കഴിപ്പിച്ച. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി, അൽഹംദുലില്ലാഹ് അല്ലദീ ഫിൽ ദ ബ്ലാങ്ക്സ് പോലെ വരാൻ സാധ്യതയുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലദീ അത്അമനി, എന്നെ ഭക്ഷണം കഴിപ്പിച്ച അള്ളാഹുവിനേക്കാണ് സർവ്വസ്തുതിയും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. ആർക്ക്? അത് ആരോട് എപ്പോൾ പറഞ്ഞു എന്നാണ്. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമെന്ന് ആരോട് എപ്പോൾ പറഞ്ഞു? സഹാബികൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടും വയറ് നിറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യും. ഭോജന മര്യാദകൾ ഏതെല്ലാം? മുമ്പും ശേഷവും വായും കഴുകുക, അറിയാലോ. ബിസ്മി ചൊല്ലുക, അടുത്ത ഭാഗത്തു നിന്ന് കഴിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെയുള്ളത് പഠിച്ചതാണല്ലോ. കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുക. വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക.
അൽഹംദുലില്ലാ അത് പറയുക, ദുആ ചെല്ലുക. പിന്നെ ഇതുപോലെ വരും. കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നന്നായി പഠിക്കാം.